തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. നെടുമങ്ങാട് SC/ST കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതികൾക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കുഞ്ഞ് നേരിട്ടത് ക്രൂരമർദ്ദനമാണെന്നും ശരീരത്തിൽ 96 മുറിവുകൾ ഉണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കുട്ടിയെ ഒഴിവാക്കാനായിരുന്നു കൊലപാതകമെന്നും കുറ്റപത്രത്തിൽ. സിജോ വി ജോൺ വിശദാംശങ്ങളുമായി. സിജോ, കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. വലിയ മനുഷ്യ മനസാക്ഷിയെ വലിയ തോതിൽ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു നെടുമങ്ങാട്ടെ കൊലപാതകം. ഇപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം, അത് സംബന്ധിച്ചുള്ള സൂചനകൾ. സഫിദ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ഒരു കൊലപാതകമായിരുന്നു. വെറും 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ ആ കുട്ടിയുടെ അമ്മയും അതോടൊപ്പം തന്നെ ആ അമ്മയുടെ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. അത് പിന്നാലെ ഇവരെവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കൊലപാതകം നടന്ന് 83-ാം ദിവസമാണ് ഇപ്പോൾ നെടുമങ്ങാട് DYSP നെടുമങ്ങാട് SC/ST കോടതിയിൽ ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഈ കുട്ടി അർഷിദ് ഇവർ രണ്ടുപേരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. മാസങ്ങളോളം ഈ കുട്ടിയെ ഈ അഷ്കറും അതോടൊപ്പം തന്നെ കുട്ടിയുടെ അമ്മ അഖിലയും ചേർന്ന് മർദ്ദിക്കുന്നു. അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അഷ്കറാണ് മർദ്ദിക്കുന്നത്. അതിനുശേഷം ഈ കുട്ടിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അർഷിദിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് സംശയം തോന്നിയപ്പോഴാണ് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പിന്നാലെ പരിശോധനയിൽ നിന്നാണ് 96 മുറിവുകളാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പ്രതികൾക്കെതിരെ കൊലപാതകം കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മർദ്ദിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഇരുവരും ഒളിപ്പിച്ചിരുന്നു. അത് പോലീസിന് എവിടെയാണ് വെച്ചിരിക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ കൂടി ഇരുവർക്കെതിരെയും ചുമത്തുകയും ചെയ്തിരിക്കുന്നത്.